ഹായ് ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സങ്കടത്തോടെയാണ് കേട്ടോ. മറ്റൊന്നുകൊണ്ടല്ല, നമ്മളെല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഏത് തുറന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഒരു കുരങ്ങൻ്റെ ഒരു വീഡിയോ. അത് കാര്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം. എത്ര പേർക്ക് ഇതിങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഓൾറെഡി ഞാൻ ഇമോഷണലി കുറച്ച് ഡൗൺ ആവുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതൊരു കുരങ്ങനാണെങ്കിൽ പല രീതിയിലും പലരും അത് വീഡിയോസായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു കുഞ്ഞു മനസ്സിനെയാണ് ഓർക്കണേ. അപ്പം അതിപ്പോൾ ഒരു മനുഷ്യനാണെങ്കിലോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. എത്രയോ കുഞ്ഞുങ്ങൾ അമ്മമാർ തപ്പി നടക്കുന്നതും അമ്മമാരില്ലാത്തതുമായിട്ട് എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടാൻ കൊതിച്ച് നടക്കുകയാണ് അല്ലേ. അപ്പോൾ പക്ഷേ ദൈവം അറിഞ്ഞ് കുറേ പേർക്ക് അമ്മമാരെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അമ്മമാരിപ്പോഴും ദൈവം ജീവനോടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ എത്രയോ പേര് അവരെ ഉപദ്രവിക്കുന്നവരുണ്ട്, കൊല്ലുന്നതുണ്ട്, മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. ഞാനതൊക്കെ ഒന്ന് ആലോചിച്ച് പോവാട്ടോ. ആ ഒരു വീഡിയോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് ഡീപ്പായിപ്പോയൊരു സംഭവമാണ്. ഞാൻ ആക്ച്വലി ഇത്രത്തോളം ഇമോഷണലി ഡൗൺ ആയത് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ. ഓൾറെഡി ഞാൻ എപ്പോഴും കരയുന്ന ഒരാളാണ്. എന്തെങ്കിലും വിഷമിക്കുന്ന രീതിക്കുള്ള വീഡിയോസ് കണ്ടാലോ, ഈവൻ സിനിമയോ ഡ്രാമയോ എന്തായാലും ഞാൻ കരയുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്കറിയില്ല, അത് കൂടെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം. അതുപോലെയായിരുന്നു നമ്മുടെ റീസെൻ്റ്ലി ഒരു കുഞ്ഞു മോള് മരിച്ചു പോയില്ലായിരുന്നു. ഞാൻ അവരെയൊക്കെ ചിന്തിച്ചു പോകും കേട്ടോ. അപ്പോൾ നമുക്കൊരു എനിക്കൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ, നമുക്ക് ആകെപ്പാടെ ഒരു കുഞ്ഞ് ലൈഫേ ഉള്ളൂ. അപ്പം അച്ഛനെയും അമ്മേനെയും ഒന്നും വേദനിപ്പിക്കാതെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. മക്കളോടാണ് എസ്പെഷ്യലി പറയുന്നത്, ആരെയും വിഷമിപ്പിക്കരുത്, പ്രത്യേകിച്ച് അമ്മമാർ. അങ്ങനെ മനസ്സിലാകുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന ഓരോരുത്തരും അമ്മമാരൊക്കെ കാണുന്നുണ്ടായിരിക്കും. അമ്മമാരല്ലാത്തവർ ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. സോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.